ഇനി പ്രേക്ഷകർക്ക് ക്രിക്കറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക 2 ടെസ്റ്റ് പരമ്പരയിലെ ആദ്യത്തെ ടെസ്റ്റിലെ രണ്ടാമത്തെ ദിവസം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ടെസ്റ്റിൽ ടോസ് വിജയിച്ച സൗത്ത് ആഫ്രിക്ക ബാറ്റിംഗ് എടുത്ത് 159 ഓൾ ഔട്ട് ആവുകയായിരുന്നു. ഇന്ത്യ 36 എന്ന സിറ്റുവേഷനിലാണ് ആദ്യത്തെ ദിവസം കഴിഞ്ഞിരുന്നത്. ജയ്സ്വാൾ 12 റണ്ണെടുത്ത് ഇന്നലെ മടങ്ങിയിരുന്നു. വാഷിംഗ്ടൺ സുന്ദറും KL രാഹുലുമാണ് ഇന്ന് രാവിലെ ബാറ്റിങ്ങിനായിട്ട് ഇറങ്ങിയത്. 57 റണ്ണാണ് ഇവർ രണ്ടുപേരും കൂട്ടിവെച്ചാൽ 75 റൺ നിൽക്കുമ്പോൾ തന്നെ വാഷിംഗ്ടൺ സുന്ദർ ഹാർമന്റെ ബോളിൽ സ്ലിച്ചിൽ ക്യാച്ച് ആവുകയായിരുന്നു. പിന്നെ വന്ന ശുഭ്മാൻ ഗിൽ ഒരു 4 അടിച്ച് സീപ് അടിച്ച് റിട്ടയർ ഹേർട്ടായി തലയ്ക്കൊരു പരിക്കും പറ്റി റിട്ടയർ ഹേർട്ടായി കയറി പോവുകയായിരുന്നു. പിന്നെ രാഹുലും പന്തും നിന്നു. അവർ ചെറിയൊരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കിയെങ്കിൽ പോലും തന്നെ രാഹുൽ കേശവ് മഹാരാജിന്റെ പന്തിൽ ഇടമക്കളത്തിൽ സ്ലെഡ്ജിൽ ക്യാച്ച് ആവുകയായിരുന്നു. പിന്നെ ഋഷഭ് പന്തും ജഡേജയും തമ്മിൽ ചെറിയൊരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കിയ ഋഷഭ് പന്ത് തിരിച്ചുവന്ന കളി അതിനാൽ തന്നെ പുള്ളി തുറക്കുന്നതിന് അടിയായിരുന്നു. എന്നാൽ പോലും കോബിൻ ബോസിന്റെ ബോളിങ്ങിൽ തന്നെ ഋഷഭ് പന്ത് ഔട്ട് ആവുകയായിരുന്നു. ബൗൺസായിട്ട് വന്ന ബോള് പുള്ളി ഒരു 4 അടിക്കാൻ നോക്കിയതായിരുന്നു. എന്നാൽ അത് അനാവശ്യമായിട്ടതിനാൽ തന്നെ പുള്ളി ഔട്ട് ആവുകയായിരുന്നു. ചെറുതായിട്ടൊന്ന് പൊങ്ങി കീപ്പറിന്റെ കൈകളിലേക്ക് കൊടുത്ത് ഔട്ട് ആവുകയായിരുന്നു. പിന്നെ വന്ന ഡ്യൂറയിൽ ആദ്യത്തെ ബോളിൽ 4 അടിച്ച് 4 ബോളിൽ 5 റണ്ണെടുത്ത് നോട്ട് ഔട്ട് ആക്കിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ ജഡേജ 15 ബോളിൽ 11 നിൽക്കുകയാണ്. ഇന്ത്യ ഇപ്പം 21 റണ്ണാണ് ട്രയലായിട്ടിരിക്കുന്നത്. ആര് ജയിക്കുമെന്ന് നമുക്ക് അറിയില്ല. അടുത്ത സെക്ഷനും ആയിട്ട് കാണാം. ഇപ്പം കളിയിലെ പോക്ക് വെച്ച് നോക്കുമ്പോൾ തന്നെ ഇന്ത്യ 200 റണ്ണ് 150 റണ്ണ് ലീഡെടുക്കാൻ സാധ്യതയില്ല. കൂടാതെ തന്നെ ഇനി ആകെ അക്സർ പട്ടേലും കൂടെ വരാനുണ്ട്. ഗില്ലിന് പരിക്ക് മാറ്റം വരുവാണെങ്കിൽ ഗില്ലും കാണുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട്